ശക്തമാവുകയാണ്. സമരം ഡോക്ടർമാർ രാജ്യവ്യാപകമായി ഏറ്റെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകളിലേക്ക്. യുവഡോക്ടറിന്റെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധമാളി പടരുന്നു. രാജ്യവ്യാപകമായി പണിമുടക്കി ഡോക്ടർമാർ. കേരളത്തിലും സമരം. വിനേഷ് ഫോഗട്ടിന് വൈകാരിക വരവേൽപ്പ്. എടുത്തുയർത്തി സഹതാരങ്ങൾ. ആരാധകർക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി താരം. ഒപ്പം നിന്നവർക്ക് നന്ദിയെന്നും വിനേഷ് ഫോഗട്ട്. മലയാളികൾക്ക് പുതുവർഷ പുലരി. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ശബരിമലയിൽ ഭക്തജന തിരക്ക്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല. കോടതി വിധിക്കു ശേഷം തീരുമാനമെന്ന് സർക്കാർ. റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്ന നടി രഞ്ജിനിയുടെ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. വയനാട്ടിലെ തെരച്ചിൽ എത്ര നാൾ തുടരും? മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചേരും. നിലമ്പൂർ വനമേഖലയിൽ തിരച്ചിൽ. പരപ്പൻപാറ, മീൻമുട്ടി ഭാഗങ്ങളിലും പരിശോധന തുടരുന്നു. അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഡ്രഡ്ജർ എത്തിച്ച് പരിശോധന തുടരുന്നതിൽ അനിശ്ചിതത്വം. ഗംഗാവലിയിൽ വീണ്ടും ഒഴുക്ക് കൂടി. കോഴിക്കോട്, കോട്ടയം ജില്ലകളിൽ പരക്ക മഴ. കുട്ടിക്കലിൽ മണ്ണിടിഞ്ഞു. ഇടുക്കിയിൽ വൈദികന്റെ കാർ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടു. മണിമല, അച്ചൻകോവിൽ ആറുകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പിനൊരുങ്ങി കശ്മീരും ഹരിയാനയും. തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. കശ്മീരിൽ പോലീസിലും സിവിൽ സർവീസിലും അഴിച്ചുപണി. വിമർശനവുമായി PDP. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് ആരോപണം. പാകിസ്ഥാനിൽ എംപോക്സ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ജാഗ്രത. ആഫ്രിക്കൻ മേഖലയിൽ ഇതുവരെ മരിച്ചത് 517 പേർ. രാജ്യാന്തര യാത്രകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ലോകാരോഗ്യ സംഘടന. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ യുവഡോക്ടറിന്റെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധമാളി പടരുകയാണ്. സമരം തുടരുമെന്ന് RG ഖർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു. ആശുപത്രി അടിച്ചു തകർത്ത കേസിൽ 30 പേർ ഇതിനിടെ അറസ്റ്റിലായി. മമത രാജിവെക്കണമെന്ന് ആവർത്തിച്ച് BJP രംഗത്ത് വന്നു. ഐഷത്തു ഷംന ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ട് ഒരു വശത്ത്. മറുഭാഗത്ത് കൊൽക്കത്തയിൽ പ്രതിഷേധത്തിന്റെ അലയൊലികൾ ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ്. CBI ഇന്നലെ രാത്രി മുഴുവൻ ആശുപത്രി ഉടമയടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് സൂചന. വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ, അന്വേഷണ സംഘത്തിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തീർച്ചയായും വളരെ ഹലോ തീർച്ചയായും രാജ്യം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിഷേധം തന്നെയാണ്. തീർച്ചയായും കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തരം വ്യാപകമായ രാജ്യം ഒന്നാകെയുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് 24 മണിക്കൂർ പ്രതിഷേധമാണ്. ഇന്ന് 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് പ്രതിഷേധം ഉണ്ടാവുക. സംസ്ഥാനത്തടക്കം വലിയ രീതിയിലാണ് ഈ പ്രതിഷേധം. OP വിഭാഗങ്ങൾ അടക്കം പ്രവർത്തിക്കില്ല. എമർജൻസി വിഭാഗം, ലേബർ റൂം മാത്രമാണ് പ്രവർത്തിക്കുക. ലേബർ റൂം, വാർഡുകൾ എന്നിവ മാത്രമാണ്
മാത്രമാണ് പ്രവർത്തിക്കുക. OP വിഭാഗങ്ങൾ ഉണ്ടാവില്ല. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സർജറികൾ ഉൾപ്പെടെ മാറ്റിവെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വ്യാപകമായ ഒരു പ്രതിഷേധം, 24 മണിക്കൂർ പ്രതിഷേധം ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ തീർച്ചയായും അത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരം രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധ നേടുന്ന അല്ലെങ്കിൽ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രതിഷേധം തന്നെയാണ്. ഒപ്പം CBIക്ക് ഈ പാരന്റ്സ് നൽകിയ യുവ ഡോക്ടറുടെ രക്ഷിതാക്കൾ നൽകിയ മൊഴിയിലടക്കം പറയുന്നത് കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരുന്നത് 15 ഗ്രാം സ്രവത്തിനധികം, അതായത് 150ഓളം ഗ്രാം സ്രവമാണ് ലഭിച്ചത്. അത് ഒരിക്കലും ഒരു പുരുഷൻ്റേതാവില്ല. അതുകൊണ്ട് തന്നെ കൂട്ടബലാത്സംഗത്തിനാണ് ഇരയായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. മാത്രവുമല്ല, പുലർച്ചെ 3 മണിക്കാണ് കൂട്ടബലാത്സംഗത്തിന് ഈ യുവ ഡോക്ടർ ഇരയാവുന്നത്. അതിനുശേഷം 10 മണി വരെ, രാവിലെ 10 മണി വരെ ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു കോൾ പോലും വന്നിട്ടില്ല. സഹപാഠികളുടെ അടക്കം ഒരു കോൾ പോലും വന്നിട്ടില്ല. ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടർക്ക് ഇത്ര സമയം വരെ എന്തുകൊണ്ട് സഹപാഠികൾ അടക്കം ഒരു ഫോൺ പോലും ചെയ്തില്ല? അപ്പോൾ സഹപാഠികൾ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് CBIക്ക് ഇപ്പോൾ യുവ ഡോക്ടറുടെ പാരന്റ്സ് മൊഴി നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ആയിരിക്കും CBIയുടെ ആദ്യ നടപടി ഉണ്ടാവുക, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ ഈ മുൻ പ്രിൻസിപ്പലിനെ അടക്കം ഇപ്പോൾ CBI കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ പ്രതിഷേധം ശക്തമാവും. സംസ്ഥാനത്തടക്കം വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ വളരെ ക്രൂരമായ ഒരു പീഡനത്തിനാണ് ഡോക്ടർ ഇരയായത്. കണ്ണട പൊട്ടി, അതിൻ്റെ ഗ്ലാസ് പൊട്ടി കണ്ണിലേക്ക് തറച്ച് പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. കഴുത്തൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം വലിയ ക്ഷതം സംഭവിച്ചിരുന്നു. രക്തസ്രാവം ഉണ്ടായിരുന്നു. തുടങ്ങിയൊക്കെ അത്തരം റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്രൂരമായ ഒരു പീഡനത്തിനാണ് ഈ യുവ ഡോക്ടർ ഇരയായത്. ആ സാഹചര്യത്തിൽ കൂട്ടബലാത്സംഗം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സഹപാഠികൾ അടക്കമുള്ളവർക്ക്, ആശുപത്രി അധികൃതർ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നതും. ഒപ്പം തന്നെ ആശുപത്രിയുടെ സുരക്ഷ, അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന വലിയൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അറസ്റ്റിലായ ഒരാൾ അല്ലാതെ മറ്റാർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളതെങ്കിൽ അത് കൃത്യമായി തന്നെ എത്രയും പെട്ടെന്ന് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. കൂടുതൽ എന്തായാലും പുതുതായി വന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. രക്ഷിതാക്കൾ അടക്കം മൊഴി നൽകിയതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് പ്രിൻസിപ്പൽ അടക്കം ഇപ്പോൾ ഒരുപാട് പേര് CBI കസ്റ്റഡിയിലുണ്ട്. എന്തായാലും അവരുടെ അറസ്റ്റ് അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കടക്കാനാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്കായിരുന്നു ഈ യുവ ഡോക്ടർ ഈ കൊലപാതകത്തിന് ഇരയാവുന്നത്. അതിനുശേഷം 10 മണി വരെ എന്തുകൊണ്ട് ആരും ഡോക്ടറെ അന്വേഷിച്ചില്ല എന്നതാണ് വലിയ ചോദ്യം. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറായിരുന്നു, എന്തുകൊണ്ട് ആരും അതുവരെ അന്വേഷിച്ചില്ല എന്നതാണ് വലിയ ചോദ്യം. ഒപ്പം തന്നെ കൊൽക്കത്ത ഉൾപ്പെടെ എല്ലായിടത്തും പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി അമേരിക്കയിലും ലണ്ടനിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ബാക്കി എന്നോണം, അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്ന് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തടക്കം ഇന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ ഈ സഞ്ജയ് റായ്ക്ക് പുറമെ ആരൊക്കെയാണ് ഉള്ളതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നഴ്സിംഗ് അസോസിയേഷൻ ഉൾപ്പെടെ ഈ സമരത്തിന്, രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ ക്രൂരമായ ഒരു മർദ്ദനത്തിന്, കഴുത്ത് ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ സ്വകാര്യ ഭാഗങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിരുന്നു. വലിയ ക്രൂര പീഡനം ഏറ്റുവാങ്ങിയാണ് ആ ഡോക്ടർ മരിച്ചത്. അതിൽ സർക്കാർ അടക്കം പുലർത്തിയ അനാസ്ഥ, ആശുപത്രി അധികൃതർ തുടക്കത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പുലർത്തിയ അനാസ്ഥയൊക്കെയാണ് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. അത് രാജ്യവ്യാപകമായി, സാധാരണയായി നമ്മൾ ഒരുപാട് ഡോക്ടർമാരുടെ സമരം കണ്ടിട്ടുണ്ട് അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ സുരക്ഷിതത്വം വേണം. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇത്ര ക്രൂരമായി ബലാത്സംഗം ചെയ്ത്, അതും കൊൽക്കത്ത പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരഹൃദയത്തിൽ സംഭവിച്ച ഒരു വിഷയത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ പുലർത്തിയ അനാസ്ഥ, അതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. കേരളത്തിലും സമാനമായി പ്രതിഷേധം തുടരുകയാണ്. കൊൽക്കത്തയിലെ വിഷയത്തിൽ PG ഡോക്ടർമാർ
ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധമുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. OP ഡ്യൂട്ടികളിൽ നിന്ന് വിട്ടുനിന്നതോടെ രോഗികൾ ദുരിതത്തിലായി. അവശ്യ സർവീസുകൾ ഒഴികെ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാരും വിട്ടുനിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദും, കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും, ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ചേരുകയാണ്. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ശക്തമായ സമരത്തിനാണ്. കാരണം സമാനതകളില്ലാത്ത ഒരു വിഷയം സംഭവിച്ചിരിക്കുന്നു. അവിടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ആ പ്രതിഷേധക്കാരോട്. തിരുവനന്തപുരത്തിന്റെ സമരരീതി എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസം ആരംഭിച്ച സമരം ശക്തമായി തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബ്ലഡ് ബാങ്കിന് സമീപമാണ് ഇന്നത്തെ സമരപരിപാടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IMA ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് രംഗത്ത് എത്തിയെന്നത് തന്നെയാണ്. IMAയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വർഷങ്ങളായി സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന പ്രധാനപ്പെട്ട സീനിയറായിട്ടുള്ള ഡോക്ടർമാരെല്ലാം തന്നെ ഇന്നത്തെ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. അതോടൊപ്പം തന്നെയാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ ശക്തമായ നിയമ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ പ്രസ്ഥാനങ്ങൾ, കൂടുതൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂടുതൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഈ സമരത്തിന്റെ ഭാഗമാകുന്നു. RCC, ശ്രീചിത്ര ഡെന്റൽ കോളേജ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ ഈ സമരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർമാർ, PG ഡോക്ടർമാരും അതോടൊപ്പം സീനിയർ റെസിഡന്റ് ഡോക്ടർമാരും ആരംഭിച്ച സമരം അവർ വാർഡുകളിലെയും OPകളിലെയും സേവനം അവസാനിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാതെ മാറിക്കൊണ്ടുള്ള ഒരു സമരവുമായാണ് മുന്നോട്ട് പോകുന്നത്. സീനിയർ ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും അത്യാഹിത വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താത്ത തരത്തിലുള്ള സമരവുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഹൌസ് സർജൻസ് ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്ന ആശങ്ക, ഏറ്റവും കൂടുതൽ ആശുപത്രികളിൽ സേവനവുമായി രംഗത്തുള്ളത് ജൂനിയർ ഡോക്ടർമാരാണ്. അവരുടെ ജീവന് പോലും സംരക്ഷണമില്ലാത്ത സാഹചര്യമാണ്. രാജ്യത്തിന് വേണ്ടി സേവനം നൽകുമ്പോൾ ജീവൻ നഷ്ടമാകും. അങ്ങനെ ഒരു നിലയിലൂടെ ഡോക്ടർമാരുടെ ജീവിതം കടന്നുപോകുന്ന സാഹചര്യമുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് രാത്രികാലങ്ങളിൽ കാഷ്വാലിറ്റികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സേവനം നൽകുന്നത് PG ഡോക്ടർമാര്, ഹൌസ് സർജൻസ്, അങ്ങനെ ആ തരത്തിലുള്ള ജൂനിയർ ഡോക്ടർമാരാണ്. അവിടെ ഈ ലഹരി ഉപയോഗിച്ച് വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ബൈസ്റ്റാൻഡർമാർ എത്തുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പ്രകോപിതരാകുകയും ഡോക്ടർമാർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. ഡോക്ടർ വന്ദനാദാസിന്റെ അനുഭവം മുന്നിലുണ്ട്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായി അത് കേരളം നെഞ്ചിൽ പേറുമ്പോഴാണ് കൊൽക്കത്തയിൽ അതിനിഷ്ഠൂരമായ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ രോഷം അണപൊട്ടുന്നതും. രാജ്യവ്യാപകമായി തന്നെ ഡോക്ടർമാരുടെ സംഘടനകൾ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി 2019 അത് കേന്ദ്ര സർക്കാർ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള നിയമം കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അത് നിയമമായി മാറിയിട്ടില്ല. അത് തന്നെയാണ് ഡോക്ടർമാർ പ്രധാനമായും ഉന്നയിക്കുന്ന പരാതിയും. എന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവന് വില നൽകിക്കൊണ്ട് രാജ്യം തങ്ങളുടെ സേവനത്തെ പരിഗണിക്കാത്തത് എന്ന സുപ്രധാനമായ ചോദ്യമാണ് ഡോക്ടർമാരുടെ സംഘടന ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ച് ജൂനിയർ ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. വിപിൻ മുരളിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരത്ത് VV വിനോദാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് കൂടി ചേരുന്നു. നവമി, കൊച്ചിയിലും വലിയ പ്രതിഷേധമുണ്ട് എന്ന് മനസ്സിലാകുന്നു. ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രാജ്യവ്യാപകമായി നടക്കുന്ന ഡോക്ടർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ ജനറൽ ആശുപത്രിയിലെ OP വിഭാഗവും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരം നാളെ രാവിലെ 6 മണിക്കാണ് അവസാനിക്കുക. ഇന്ന് ജനറൽ ആശുപത്രിയിൽ ശനിയാഴ്ച ആയതിനാൽ സാധാരണ ഈ സ്പെഷ്യൽ ഡോക്ടർമാർ, ഹൃദ്രോഗത്തിനായിക്കോട്ടെ ബാക്കിയുള്ള സ്പെഷ്യൽ ഡോക്ടർമാർ പൊതുവെ ശനിയാഴ്ച OPകളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവരെ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം കുറവാണ്. മറ്റ് പനി അടക്കമുള്ള രോഗങ്ങൾക്കായി എത്തുന്നവർക്ക് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി PG ഡോക്ടർമാർ ഇവിടെയുണ്ട്. എന്തായാലും OP ഡോക്ടർമാർ ഇന്ന് പൂർണ്ണമായും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവർ അവധിയിലാണ്. മറ്റ് PG ഡോക്ടർമാരാണ് ഇവിടെ എത്തുന്ന രോഗികളെ ചികിത്സിക്കുന്നത്. പലരും ഈ സമരമാണെന്ന് അറിയാതെ എത്തിയ രോഗികളുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ കൃത്യമായി ചികിത്സ എത്തിക്കാൻ PG ഡോക്ടർമാർ, ഹൌസ് സർജന്മാർ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, അത്യാഹിത വിഭാഗം മുടക്കില്ല, അത് കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ നമുക്ക് കാണാം രോഗികളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അതായത് 4 PG ഡോക്ടർമാർ മാത്രമാണ്
ഉണ്ടായിരിക്കുന്നത്. ഈ 4 ഡോക്ടർമാരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സേവനം അത് എത്തുന്നുണ്ടെങ്കിൽ പോലും അതിൽ ചെറിയൊരു സമയത്തിന് ഒരു കാലതാമസം നേരിടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ രോഗികളുടെ ഭാഗത്തു നിന്നും ഡോക്ടർമാർക്ക് വലിയ വിധത്തിലുള്ള പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് അവർ ഈ പ്രതിഷേധിക്കുന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. തങ്ങൾക്ക് ചികിത്സ, അതായത് രോഗികൾക്ക് ചികിത്സ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. പലപ്പോഴും ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ നഴ്സുമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയമം ശക്തമാക്കും അല്ലെങ്കിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കാത്തത് വലിയ വിധത്തിൽ ഒരു പ്രതിഷേധം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജനറൽ ആശുപത്രിയിലായിക്കോട്ടെ നഴ്സസും ഇവർക്ക് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഈ ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് എത്തുകയും ചെയ്തിരുന്നു. നമുക്ക് ഒത്തിരി അത് ശക്തമാക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ നേരിടുന്ന നമുക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ പണയം വെച്ചാണ് നമ്മൾ എല്ലാവരും ഈ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് വരാം, തിരിച്ച് വീട്ടിൽ ചെന്ന് മക്കളെ കാണാൻ പറ്റുമോ, കുടുംബാംഗങ്ങളെ കാണാൻ പറ്റുമോ എന്നറിയാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം മാറേണ്ട കാലം കഴിഞ്ഞു. സംഘടനാപരമായി ഗവൺമെന്റ് തലത്തിലും എല്ലാം നമ്മൾ അതിന് ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഞങ്ങളായാലും ഈ പ്രൊഫഷനിലോട്ട് ഇനി വരേണ്ടതാണ്. എന്ത് വിശ്വസിച്ച് ഞങ്ങൾ ഇനി ഇതിൽ തുടരും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഞങ്ങൾ നഴ്സുമാരോ അതുപോലെ തന്നെ അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് എല്ലാവരും ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ സേവനം വളരെയധികം ഇഷ്ടപ്പെട്ട് തന്നെ വരുന്നതാണ്. ഇവൻ ഹോസ്പിറ്റലില് ഇത്രയും വലിയ സെക്യൂരിറ്റി സെറ്റിംഗ്സ് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ സേഫ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എവിടെയാണ് നമ്മളൊരു സേഫ് ആയിട്ട് ഇരിക്കേണ്ടത്? നിർഭയ ഉണ്ടായി, അടുത്തിടെ ഡോക്ടർ ഉണ്ടായി, പലരും ഉണ്ടായി. പക്ഷെ നമുക്കിതിന് ഒന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റിസ് നമുക്ക് ഇതുവരെ കിട്ടണില്ല. എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എന്ത് സേഫ്റ്റി ആണുള്ളത്? കാരണം പേഷ്യൻസിനോട് ഏറ്റവും അടുത്തിരിക്കണ അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കേണ്ട ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല. പേടിയാണ്. ഒരു സെക്യൂരിറ്റി ഞങ്ങൾക്ക് വേണ്ടി വരുന്നു. അതാണ് പ്രശ്നം. എന്നാലും രോഗികൾ പലരും ഈ വിവരം അറിയാതെയാണ് ഇവിടെ എത്തിയത്. അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അത്യാവശ്യ ഘട്ടത്തിൽ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഇല്ലാത്തത് അവർക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും PG ഡോക്ടർമാരെ കണ്ട് അവർ മടങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സിംഗിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇന്ന് ഡോക്ടർമാരുടെ സമരം നടക്കുകയാണ്. ഒരു ഡോക്ടറേ ഉള്ളു. അപ്പൊ അവിടെ നിന്നപ്പോ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ കണ്ടു ഡോക്ടറെ കാണാൻ പറ്റാണ്ട് വന്നാൽ കൂടെ എല്ലാവരും ഡോക്ടറെ കണ്ടുവിടാൻ പോയത് ഇല്ല, ഡോക്ടർ ഇല്ല. ഇന്ന് ഡോക്ടർമാരുടെ സമരമാണ്. അറിഞ്ഞിരുന്നില്ല അല്ലേ? ഇല്ല, ഇന്ന് ഡോക്ടർമാരുടെ സമരമാണ്. അപ്പൊ ഇന്ന് PG ഡോക്ടർമാര് മാത്രമേ ഇന്ന് ഉണ്ടാവൂ. ഏത് ഡോക്ടറെ കാണാനായിരുന്നു? കണ്ണിന്റെ ഡോക്ടറെ. ഇന്ന് അറിഞ്ഞിരുന്നില്ല അല്ലെ സമരമാണെന്ന് അറിഞ്ഞില്ല. കാലിന് പഴുപ്പുണ്ട്, അതാണ്. അപ്പൊ ഇന്ന് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാലിന്റെ ഇവിടെ പഴുപ്പ്. ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഡോക്ടർമാരുണ്ടാവില്ല. PG ഡോക്ടർമാര് മാത്രമേ ഇന്ന് ഉണ്ടാവൂ. ഇതിപ്പോ ചെയ്യാൻ ഡോക്ടറെ കാണിക്കേണ്ടത് വൃത്തിയില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് IMAയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി ഒരു പ്രകടനം ഇവർ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നാളെ രാവിലെ 6 മണിക്കാണ് ഈ സമരം അവസാനിപ്പിക്കുക. തങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണം, അതിനുവേണ്ടിയിട്ടുള്ള നിയമം ശക്തമായി തന്നെ വരുത്തണം, നിലവിൽ വരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. വന്ദനാദാസിന്റെ അല്ലെങ്കിൽ അതിനുശേഷം ഈ ലഹരി ഉപയോഗിച്ച് രോഗികൾ എത്തി ഡോക്ടർമാർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത് സ്ഥിരം വാർത്തയാകുന്നു. കൊൽക്കത്തയിൽ അതിക്രൂരമായി ഒരു ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്നു. ഇതെല്ലാം വലിയ രീതിയിലാണ് ഈ ഡോക്ടർമാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ നഴ്സുമാർക്കായിക്കോട്ടെ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടായി തങ്ങൾക്ക് നീതി വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് ഡോക്ടർമാരുടെ പിന്തുണ ഏറുന്നത്. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനം ചേരുന്നു. ശരണ്യ, അവിടെയും സമരം ശക്തമാണ് എന്ന് മനസ്സിലാകുന്നു. ജനറൽ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച്, മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചൊക്കെ ഡോക്ടർമാർ സമരത്തിലാണ് എന്ന് മനസ്സിലാകുന്നു. രോഗികളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചോ സമരം?
കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ ആരോഗ്യമേഖലയിൽ കടുത്ത പ്രതിഷേധം ഇരമ്പുകയാണ്. ആലപ്പുഴയിലും അത്തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് സംഘടിപ്പിച്ചിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ആലപ്പുഴ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്നും ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ അവരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാത്രമല്ല എല്ലാ ഇടങ്ങളിലും അവർ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ രാജ്യമൊട്ടൊക്കെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള നിയമം, ഏകീകൃതമായ ഒരു നിയമം കൊണ്ടുവരണമെന്നുള്ള ആവശ്യം തന്നെയാണ് ആലപ്പുഴയിലെയും ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഒപ്പം സുരക്ഷിതമായ ഇടങ്ങൾ, അതായത് ആരോഗ്യ പ്രവർത്തകർക്ക് വിശ്രമിക്കുന്നതിനടക്കം സുരക്ഷിതമായ ഇടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടെ ഇന്നലെ വൈകിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. രാത്രി ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ PG സ്റ്റുഡൻസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിന് ആലപ്പുഴ മെഡിക്കൽ കോളേജും ഇന്നലെ രാത്രി വേദിയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ജനറൽ ആശുപത്രിയിൽ കളക്ടറേറ്റ് മാർച്ച് ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ നഴ്സുമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആലപ്പുഴയിൽ അത്തരത്തിലൊരു പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും അടക്കം ഇന്ന് OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് മുന്നോട്ട് പോകുന്നത്. സർ, ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ പോയി എന്ന് പറയുന്നു. ഇന്ന് നിങ്ങളുടെ കളക്ടറേറ്റ് മാർച്ചും ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ ഇന്നലെയും ഒരു മാർച്ച് പോയായിരുന്നു. ഞങ്ങൾ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് ഇത്രയും നികൃഷ്ടമായ ഒരു പ്രവൃത്തി നടന്നിട്ടും ഒരു ആക്ഷനും എടുക്കാതിരിക്കുന്ന സർക്കാരിനെതിരെയും നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് മാത്രമല്ല, ഇനിയൊരു ഫ്യൂച്ചർ ഡോക്ടർ എങ്ങനെ ഇവിടെ വളർന്നു വരണം, എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് മുന്നിൽ കണ്ടാണ് നടത്തേണ്ടത്, ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ശക്തമായൊരു പ്രതിഷേധത്തിലാണ് ഇന്നലെയും ഇന്നും ഞങ്ങൾ പോയിരിക്കുന്നത്. ഇന്നലെ ഞങ്ങളൊരു സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ ഹൗസ് സർജൻസ് എല്ലാം ഉണ്ടായിരുന്നു. എത്രമാത്രം നമുക്ക് വന്ദനയുടെ കേസൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ എത്രമാത്രം അരക്ഷിതാവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ ജോലി സാഹചര്യത്തിൽ കടന്നു പോകുന്നത്? നമ്മൾ ആക്ച്വലി സുരക്ഷിത നോക്കിയിട്ടല്ല പേഷ്യൻസിനെ ആരും നോക്കുന്നത്. പക്ഷെ അത് നോക്കുന്നത് നാട്ടുകാരാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ പേഷ്യൻസ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സുരക്ഷ ഒരിക്കലും നോക്കാറില്ല. എന്താണ് ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ് അവരെ നോക്കാറ്. പക്ഷെ ഇപ്പോൾ വന്ന കേസ് അത് ഇതുവരെ നടക്കാത്ത കാര്യമാണ്. ഒരു ഡോക്ടർ അവരുടെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത്, അവർ റെസ്റ്റ് എടുക്കാൻ പോയ സമയത്താണ് അവരെ ബ്രൂട്ടലി റേപ്പ് ബൈ മെനി പീപ്പിൾ. അത് നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ അക്രമം തുടങ്ങിയിട്ട് കുറെ കാലമായി. വന്ദനയുടെ കേസിന് മുന്നേ ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒരു മരണം വരെ കാത്തിരുന്നു. മരണത്തിന് ശേഷം മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്യുന്നുള്ളൂ. കാര്യമായ മാറ്റങ്ങൾ ഈ വന്ദനയുടെ കേസിന് ശേഷം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മുടെ സുരക്ഷ നമ്മളിപ്പോഴും പോലീസ് എല്ലാവരും നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മനുഷ്യരെ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാവരും പേഷ്യൻസ് ആയിട്ട് കാണുന്നത്. ആരാണ് നമ്മളെ ആക്രമിക്കാൻ വന്നത് നമ്മൾ ഒട്ടും ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ അതിനെല്ലാം ആരെങ്കിലും ഇതിനൊരു നല്ലൊരു രീതിയിലുള്ള ഒരു റൂൾ വെക്കണം, അല്ലെങ്കിൽ പ്രതികരിക്കണം. രാജ്യമൊട്ടുക്കെ ഏകീകൃതമായ ഒരു നിയമം വേണമെന്നാണ് നിങ്ങൾ ആവശ്യം. പ്രതികരണം കുറവായതുകൊണ്ടാണല്ലോ പിന്നെ ഇത് റിപ്പീറ്റ് ആവുന്നത്. പ്രതികരണം കുറവാണ്. ഈ രാത്രികാലങ്ങളിൽ കൃത്യമായി വിശ്രമിക്കാനോ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് നീങ്ങാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടോ? ഇപ്പോഴും ആശുപത്രികളിൽ എന്താണ് അവസ്ഥ? ഞങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ്. രാത്രിയിൽ ഞങ്ങൾ ഡ്യൂട്ടി എടുത്തിട്ട് ഞങ്ങളുടെ ഹൗസ് സർജൻസിന് റൂമുണ്ട്, അവിടെ പോയി കിടക്കുന്നു. പക്ഷെ അതൊരിക്കലും കുറ്റിയിട്ടിട്ട് കിടക്കാനൊന്നും ഞങ്ങൾക്ക് സാധിക്കത്തില്ല. ഞങ്ങൾക്ക് എപ്പോൾ വേണേലും കോള് വരാം. അപ്പോൾ ഒക്കെ ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എവിടെയും. ഞങ്ങളെല്ലാം പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അവരുടെ അടുത്ത് നിന്നും ഇങ്ങനൊരു ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സർ, ഇതിനകത്ത് പ്രധാനമായും IMA ഇവിടെ മുന്നോട്ട് വെക്കുന്നത് എല്ലാ ആശുപത്രികളും സമരത്തിലാണല്ലോ അല്ലേ? അതെ ആണല്ലോ. എന്താണ് നിങ്ങൾ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്? ഞങ്ങൾക്ക് വേറൊന്നും അല്ല, ഞങ്ങൾക്ക് സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കാരണം ജനങ്ങളെ നോക്കാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഈ ശമ്പളത്തിന് വേണ്ടിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഞങ്ങൾ ഈ ഹൗസ് സർജൻസ് ആണെങ്കിൽ കൂടെയും ഞങ്ങൾക്ക് ഇനിയൊരു കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ഞങ്ങൾ ആർക്കും ഇല്ല. ഈ വന്ദനയുടെ കേസിന് ശേഷവും ആവശ്യത്തിനൊരു സെക്യൂരിറ്റി നിങ്ങളുടെ ആശുപത്രികളിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? പോലീസിന്റെ അടക്കം സെക്യൂരിറ്റിയുടെ അളവ് ഇപ്പോഴും കുറവാണ്. നമ്മളത് പൂർണ്ണമായിട്ട് ഉണ്ട്. എന്നാൽ നമ്മുടെ ജില്ലയെ വെച്ച്, നമ്മുടെ സംസ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഉണ്ട്, എന്നാലും പോരെന്നാണ് ഇപ്പോഴും അഭിപ്രായം. കാരണം കുറച്ചും കൂടെ സെക്യൂരിറ്റി നമുക്ക് വേണം, നമ്മുടെ പ്രൊട്ടക്ഷൻ വേണം നമുക്ക് കുറച്ചും കൂടെ. കൊൽക്കത്ത സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഘട്ടം വരെ നിങ്ങൾ പ്രതിഷേധവുമായി പോകാനാണ്? ഞങ്ങൾ കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവർക്ക് പൂർണ്ണ ശിക്ഷ ലഭിക്കുന്നത് വരെ ഞങ്ങൾ
മുഴുവൻ സപ്പോർട്ടോടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങളെ പ്രൊട്ടസ്റ്റ്. ജനങ്ങളും നമ്മൾ ഡോക്ടർ അല്ലെങ്കിൽ ആരോഗ്യപ്രവർത്തകർ മാത്രമല്ല, ജനങ്ങളും ഇതിന് ഇറങ്ങണം, അറിയണം, അവരും അറിയണം. പലർക്കും ഇപ്പോഴും അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. അന്ന് ഡൽഹിയിലുണ്ടായ സംഭവത്തിൽ അന്ന് രാജ്യം മൊത്തം കത്തി. പക്ഷേ ഇപ്പോൾ അതിന്റെ പകുതി പോലും നമ്മൾ ജനങ്ങളിൽ ഒന്നിനും അറിയുന്ന പോലും ഇല്ല, ആരും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡ്യൂട്ടി നിർത്തിവെച്ചിട്ട് പോലും നമുക്ക് ഇത് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടി വരുന്നത്. കാരണം ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ നോക്കാൻ തയ്യാറാണ്. പക്ഷേ ജനങ്ങളാരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളിപ്പം ഏത് സമയത്തും അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവും പകലും ഏത് സമയത്തും നമ്മളെ വന്ന രോഗികളായിട്ടോ അല്ലെങ്കിൽ നമ്മളെ വന്ന് കാണുകയും ചെയ്യുമ്പോൾ നമ്മളാരും പറയുന്നില്ല, നമ്മൾ നോക്കത്തില്ല അല്ലെങ്കിൽ എന്ന് പറയും. നമ്മൾ ഏത് സമയമാണെങ്കിലും നമ്മളിനി ഉറക്കം ഒളിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ നോക്കും. പക്ഷേ ആ ഒരു സമയം വിഷയം വരുമ്പോൾ അത്ര ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ചില സപ്പോർട്ട് എന്ന് വെച്ചാൽ വരുന്ന ആൾക്കാരും മനസ്സിലാക്കണം നമ്മളും ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മളും എത്ര മണിക്കൂറും വർക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തർ നമ്മുടെ പേഷ്യൻസ് ഓരോരുത്തർ നമ്മൾ വരുന്ന കേസുകളുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം എന്നെ എത്ര പെട്ടെന്ന് നോക്കണം എന്നുള്ള അഗ്രഷൻ നമ്മുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടി സീരിയസ് ആയിട്ട് വരുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് അവർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് മനസ്സിലാക്കണം ആൾക്കാർ. അല്ലാതെ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ നോക്കത്തില്ലെന്നല്ല, പക്ഷേ അതേപോലെ പല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തേ നോക്കത്തുള്ളൂ. അതും കൂടാതെ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ സ്ട്രൈക്കിനകത്ത് നമ്മൾ ജസ്റ്റ് കൾപ്രിറ്റ്സിനെ കണ്ടുപിടിക്കാൻ മാത്രമല്ല, ഇതിൻ്റെ ഒരു വേറൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി വയലൻസ് അഗൈൻസ്റ്റ് ഡോക്ടേഴ്സ്, വയലൻസ് വുമനെക്കാട്ടി വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇപ്പോൾ വയലൻസ് അറ്റ് ദ വർക്ക് പ്ലേസും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, എവിടെയെങ്കിലും വർക്ക് പ്ലേസ് വയലൻസ് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ദ എമൗണ്ട് ഓഫ് വയലൻസ് അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് എന്താ പറയുന്നത് ഇത് വരുന്നത് അസോൾട്ട് കേസുകളുടെ എണ്ണം കൂടുന്നത് എപ്പോഴും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അപ്പം അന്നേരം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു നിയമമോ ഒരു ആക്ടോ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ആൾക്കാർ മിസ്യൂസ് ആൾക്കാർ മിസ്യൂസ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നമ്മളൊന്നും തിരിച്ചു ചെയ്യത്തില്ല എന്നുള്ള ഇത് കാരണം. ശരിയാണ്, നമ്മൾ ചിലപ്പോൾ വർക്ക് പ്ലേസിൽ നമ്മളത് ചെയ്യത്തില്ല, പക്ഷെ പ്രതികരിക്കേണ്ട രീതിയിൽ നമ്മളത് പ്രതികരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മളും തിരിച്ച് വയലൻ്റ് ആയിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നതല്ലായിരിക്കും ചെയ്യുന്നത്. വി മേ സ്വിച്ച് ടു ഓൾ ദീസ് കൈൻഡ് ഓഫ് മൂവ്മെന്റ്സ് ആൻഡ് ആക്ട്സ്. അതാണ് അവർ പറയുന്നത്. അതായത് സുരക്ഷിതമായ ഒരു സാഹചര്യം നമുക്ക് കേരളത്തിൽ തന്നെയാണെങ്കിലും വന്ദനയുടെ കേസുണ്ട്. ആ സംഭവങ്ങൾക്കൊക്കെ ശേഷവും സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കി നൽകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സമാധാനപരമായി ജോലി ചെയ്യാവുന്ന ഒരു അന്തരീക്ഷം ആശുപത്രിയിൽ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കൊൽക്കത്ത അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയൊരു സംഭവം ആവർത്തിക്കരുത്, അതിനകത്ത് കൃത്യമായി പ്രതികൾ ശിക്ഷിക്കപ്പെടണം. മാത്രമല്ല രാജ്യവ്യാപകമായി ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് കൃത്യമായ നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിനു വേണ്ടി ആ ഒരു പ്രതിഷേധം അവർ ഏത് ഘട്ടം വരെയും കൊണ്ടുപോകും. ജനങ്ങളുടെ കൂടി പിന്തുണ വേണമെന്നുള്ള ആവശ്യമാണ് ആരോഗ്യ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് പോയാൽ ഒളിമ്പിക്സിന് ശേഷം ജന്മനാട്ടിലെത്തിയ വിനേഷ് ഫോഗട്ടിന് ഡൽഹി വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പ്. ആരാധകർ വിമാനത്താവളത്തിന് മുന്നിൽ തടിച്ചുകൂടി. രാജ്യത്തിന് നന്ദി പറഞ്ഞ വിനേഷ് ആരാധകർക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി. ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്കും ബജറംഗ് പൂനെയും വിനേഷിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, വൈകാരികമായ വരവേൽപ്പാണ് വിനേഷ് ഫോഗട്ടിന് അർഹമായ തരത്തിൽ രാജ്യം സ്വീകരിച്ചു. എങ്ങനെയായിരുന്നു അവിടുത്തെ വികാരനിർഭരമായ നിമിഷങ്ങൾ? രഞ്ജിത്ത്, ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവിനേക്കാൾ വലിയ അംഗീകാരത്തോടു കൂടിയാണ് രാജ്യം വിനേഷ് ഫോഗട്ടിനെ സ്വീകരിച്ചത്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയ വിനേഷ് ഫോഗട്ടിനെ സ്വീകരിക്കാൻ ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനെയും എത്തിയിരുന്നു. ഒപ്പം തന്നെ ദീപേന്ദർ ഹൂഡ MP-യും അവിടെ സന്നിഹിതനായിരുന്നു. വിനേഷിനെ ആരാധിക്കുന്ന നിരവധി കായിക സ്നേഹികൾ അവിടെ താരത്തെ ഒരു നോക്ക് കാണാനും അഭിവാദ്യം അർപ്പിക്കാനും എത്തിച്ചേർന്നു. വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളം സാക്ഷിയായത്. തൻ്റെ ഒരു ഭാഗ്യമാണ് ഇത്രയും ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് എന്ന് വിനേഷ് ഫോഗട്ട് പറയുന്നു. ഒപ്പം തന്നെ തൻ്റെ രാജ്യത്തിനോട് നന്ദിയും വിനേഷ് ഫോഗട്ട് അവിടെ നിന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വിനേഷ് ഫോഗട്ടിൻ്റെ ഗ്രാമം
അവരെ വലിയ ഒരു തയ്യാറെടുപ്പുകളോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഹരിയാനയിലെ ബലാലി ഗ്രാമം അവിടെ 750 കിലോ ലഡു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഹലുവകൾ അവരുടെ ജില്ലാ ഹെഡ്ക്വാർട്ടറിൽ നിന്ന്, ചാക്രിദാറി എന്ന ജില്ലയുടെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഹരിയാനയും വലിയ ആവേശത്തോടുകൂടി വിനേഷിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സാധാരണ ഒരു ബ്രോൺസ് മെഡൽ ജേതാവിന് 2.5 കോടി രൂപയാണ് ഹരിയാന സർക്കാർ അവിടെ നൽകുന്നത് ഒരു പാരിതോഷികമെന്ന നിലയിൽ. ആ നിലയ്ക്ക് വിനേഷ് ഫോഗട്ടിനെ പരിഗണിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം വിനേഷ് ഫോഗട്ടിന് രാജ്യസഭാ സീറ്റ് വരെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു കായിക താരത്തിന് കിട്ടാവുന്ന ഏറ്റവും ഉജ്ജ്വലമായ വരവേൽപ്പാണ് ഇവിടെ ലഭിച്ചത്. പക്ഷേ ഈ ഒരു വിഘ്നേഷ് ഫോഗട്ടിൻ്റെ ഈ ഒരു ഉദാഹരണം രാജ്യം ഇനി വലിയ ഗൗരവത്തോടെ ഉറ്റുനോക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മെഡൽ നഷ്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. ഇന്ത്യ മെഡൽ പട്ടികയിൽ പാകിസ്ഥാനേക്കാൾ താഴോട്ട് പോയി എന്ന ഒരു ദുരവസ്ഥയുണ്ടായി. അത് ഒഴിവാക്കണമായിരുന്നെങ്കിൽ വിനേഷ് ഫോഗട്ടിൻ്റെ സ്വർണ്ണ മെഡൽ വളരെ വളരെ നിർണായകമായിരുന്നു. ആ ഒരു സാഹചര്യം പരിശോധിച്ച് ഇനിയൊരു ഒളിമ്പിക്സിന് വേദിയാകാൻ രാജ്യം തയ്യാറെടുക്കുമ്പോൾ ഇത്തരം ദുരവസ്ഥ ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഒരു ശ്രമം രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ ആവേശത്തോടുകൂടി ഈ രാജ്യം അവരെ വരവേറ്റിരിക്കുന്നു. ഇനി നിറഞ്ഞ സന്തോഷത്തോടുകൂടി വിനേഷ് തൻ്റെ ഗ്രാമത്തിലേക്ക് ഗുസ്തിയിൽ നിന്ന് താൻ പടിയിറങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ച വിനേഷ് പക്ഷേ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ശരി, മനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നും പുറത്തുവിടില്ല. റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്ന നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുന്നതിനാലാണ് സർക്കാരിന്റെ തീരുമാനം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷം കഴിഞ്ഞിട്ടും ഇത് പുറത്തുവിടാത്തതിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നിർമ്മാതാവായ സജിമോൻ പാറയിൽ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തുകയും സ്വകാര്യതയെ ഹരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്, അതുകൊണ്ട് അത് പുറത്തുവിടരുത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും പക്ഷേ ഹൈക്കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് സർക്കാരിനോട് പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് സാംസ്കാരിക വകുപ്പിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ മണിക്കൂറുകൾ മുൻപ് തന്നെ സർക്കാർ വ്യക്തമാക്കുന്നു ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി, നടി രഞ്ജിനിയുടെ ഹർജി ഉള്ളതിനാൽ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കുകയില്ല. തിങ്കളാഴ്ച ഹൈക്കോടതി ഇതിലൊരു വിധി പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ള കാര്യം സർക്കാർ വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. ഇന്നലെ വൈകിട്ടാണ് നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ രഞ്ജിനി പ്രധാനമായും പറയുന്നത് താൻ അടക്കമുള്ള നടിമാർ ഹേമ കമ്മീഷന് മുൻപിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അത് ഏത് വിധേയനാണ് റിപ്പോർട്ടിൽ വന്നതെന്ന് തങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ട് തങ്ങൾക്ക് കണ്ടതിന് ശേഷം മാത്രമേ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിലെ പല വ്യക്തികളെയും കുറിച്ചുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് തങ്ങൾക്ക് ദോഷകരമായി തന്നെ ബാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ റിപ്പോർട്ടിൽ എന്താണോ ഉള്ളത് അത് തങ്ങൾക്ക് കാണിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി ഈ പരാതിക്കാരായവർക്ക് നൽകിയതിനു ശേഷം മാത്രമേ ഇത് പുറത്തുവിടാവൂ എന്നാണ് നടി രഞ്ജിനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. 4 വർഷം കഴിഞ്ഞു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും ഇത് പുറത്തുവിടാതെയുള്ള സർക്കാരിന്റെ ഈ ഒരു ഒളിച്ചുപൊളി അത് വലിയ വിവാദങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ആർക്കാണ് ഇത്ര ഭയം? സിനിമാ മേഖലയിലുള്ള പല വ്യക്തികളെയും കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അത് ഏത് വിധത്തിലുള്ള ആരോപണങ്ങളാണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തിങ്കളാഴ്ച രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് എന്നാണ് ഉറ്റുനോക്കുന്നത്. തീർച്ചയായും അതാണ് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇന്ന് റിപ്പോർട്ട് പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സംഭവിച്ചില്ല. അതേസമയം സർക്കാരിന്റെ നിലപാട് മന്ത്രി ഇന്ന് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് പങ്കില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. റിപ്പോർട്ട് പുറത്തുവിടണം എന്നതാണ് സർക്കാരിന്റെ നിലപാട്. റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ്. കോടതി പറഞ്ഞ സമയത്തിനകം പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ വ്യക്തമായി പറയാം, റിപ്പോർട്ടിനകത്ത്
പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം അറിയേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അവർക്കത് തോന്നി കാണത്തില്ല കൊടുക്കണോ. ആ റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഗവൺമെന്റ് മുമ്പിലേക്ക് വന്നത്. ബാക്കി വന്ന മൊഴികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ സൂക്ഷിക്കേണ്ട, അവിടെ കീപ്പ് ചെയ്യേണ്ട കാര്യം. അപ്പൊ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പീലിൽ പോയി. അവര് വിവരാവകാശ കമ്മീഷൻ പോയി. കമ്മീഷനും പറഞ്ഞെന്താ, ആരെയെങ്കിലും വ്യക്തിപരമായി മോശപ്പെടുത്തുന്ന ഭാഗമുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇതല്ലേ അവർ പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞത് അത് തന്നെയല്ലേ. പിന്നെ അത് പുറത്തു വിടുന്നത് എന്താ പ്രശ്നം? പുറത്ത് വിടണമെന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഗവൺമെന്റ് ഉള്ളത്. വിട്ടോ, അത് ആ സമയമാകുമ്പോൾ വിട്ടില്ലെങ്കിൽ നമുക്ക് യോജിച്ച് കോടതിയിലേക്ക് പോകാം. മലയാള സിനിമയെ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് നടപ്പാക്കാനും അതിനെ നന്നാക്കിയെടുക്കാനും 1 കോടി രൂപ വലിയൊരു തുകയായിട്ട് ഞാൻ കാണുന്നില്ല. അത് കേരളത്തിന്റെ വ്യവസായമായിട്ട് അത് മാറുമ്പോൾ അതിനൊക്കെ വലിയ പ്രയോജനം കേരളം മുഴുക്കുത്തുണ്ടോന്ന് എനിക്കറിയില്ലെന്ന് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൃത്യങ്ങൾ അന്ന് പറയുന്ന മുഴുക്കുത്തിനെ എനിക്കറിയില്ലെന്ന്. ഞാൻ വായിച്ചിട്ടുള്ള വായിക്കാത്ത കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. ഞാൻ വായിക്കാത്തൊരു കാര്യം ഞാനങ്ങനെ എന്റെ മുമ്പ് വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ്. ആ നിർദ്ദേശവും നിഗമനം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പരസ്യമായിട്ട് കോൺഗ്രസ് അവതരിപ്പിക്കും. സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഉത്സവകാലത്തിന് തുടക്കമിട്ട് ചിങ്ങം പിറന്നു. കൊല്ലവർഷം കലണ്ടർ പ്രകാരം പുതുവർഷത്തിന് മാത്രമല്ല പുതിയ നൂറ്റാണ്ടിന് കൂടിയാണ് തുടക്കമാകുന്നത്. കാർഷിക സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ദിനങ്ങളാണ് ഇനി. ഇന്ന് കർഷക ദിനമായും ആചരിക്കുന്നു. 22 ദിവസം കഴിഞ്ഞാൽ തിരുവോണമാണ്. കലിമഴയുടെ കറുത്ത ദിനങ്ങളിൽ നിന്ന് പ്രശാന്തിയുടെ പ്രതീക്ഷയിലേക്കാണ് ചിങ്ങമാസം മലയാളിയെ നയിക്കുന്നത്. ചിങ്ങമൊന്നിൽ ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാർഷിക സംസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനുള്ള അവസരമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ നടുക്കം നമ്മെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ധാരാളം കർഷകരുമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ കിടപ്പാടവും കൃഷിയിടവും ഇല്ലാതാകുന്ന കർഷകരെയും ചേർത്ത് പിടിക്കാൻ നമുക്കാവണമെന്നും കാർഷിക അഭിവൃദ്ധിക്കായി സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചിങ്ങപ്പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇതര സംസ്ഥാന തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി ഭക്തർ കനത്ത മഴയിലും അയ്യപ്പ ദർശനത്തിനെത്തി. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് ചിങ്ങപ്പുലരിയിൽ ഭക്തർ ദർശനത്തിനെത്തുന്നത്. തന്ത്രി രാജീവര് കണ്ഠരരുടെ മകൻ ബ്രഹ്മദത്തൻ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ചിങ്ങമൊന്നിന് നമുക്കൊരു കുട്ടി കർഷകനെ പരിചയപ്പെടാം. കോട്ടപ്പടി BCLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കുട്ടി കർഷകൻ. ശംഖുപുഷ്പം കൃഷി ചെയ്ത് മികവ് തെളിയിച്ചാണ് കുട്ടി കർഷകനായത്. ഇത് മുഹമ്മദ് സ്വാലിഹ്, വയസ്സ് 9. കോട്ടപ്പടി BCLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്വാലിഹ് ഒരു കുട്ടി കർഷകനാണ്. ശംഖുപുഷ്പം കൃഷിയിലാണ് മികവ്. ശംഖുപുഷ്പം ടീ ബാഗ് നിർമ്മിച്ച് വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടി കർഷകന് താങ്ങായി എല്ലാവിധ പ്രോത്സാഹനങ്ങളുമായി ഉമ്മയും ബാപ്പയും ഒപ്പമുണ്ട്. 100 വിത്തുകൾ വീടിന് സമീപത്ത് പാകിയാണ് ശംഖുപുഷ്പം കൃഷിക്ക് സ്വാലിഹ് തുടക്കമിട്ടത്. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കൂടെ ഒരു യാത്ര പോകാനിടയായി. അപ്പോൾ ഒരു ഫാമിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഉപ്പ അവിടെ പോകുന്ന വഴിക്ക് പറഞ്ഞ ഉപ്പ ഒരു ശംഖുപുഷ്പത്തിൻ്റെ തൈ വാങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ അന്ന് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് പിറ്റേ രാവിലെ ആകുമ്പോഴത്തേനും ഒരു തൈ വാങ്ങിയത്. അത് ഞാൻ ഒരെണ്ണം കുഴിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് വിത്തുകളാക്കിയ ഇപ്പോൾ കുറേ 100ഓളം തൈകളുണ്ട്. ജില്ലയിലെ മികച്ച കുട്ടി കർഷകനായി സ്വാലിഹ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പിന്നീട് സംസ്ഥാനതല കുട്ടി കർഷകനാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അംഗീകാരം ലഭിക്കാത്തതിൽ പരിഭവവുമുണ്ട്. ഞങ്ങള് വീട്ടിൽ വരുന്നവർക്കാണ് ആദ്യം കൊടുത്തിരുന്നത്. അപ്പോൾ കുറേ അധികം ആയപ്പോൾ എനിക്ക് തോന്നിയൊരു ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്ന് തോന്നി. നീല എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിലേക്ക് ഇപ്പം എത്തി. ന്യൂസ് 18 ഗുരുവായൂർ. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ 18ാം ദിവസവും കാണാതായവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ വകവെക്കാതെയാണ് രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നത്. ചാലിയാറിന്റെ തീരങ്ങളിൽ പരപ്പൻപാറ മീൻമുട്ടി പ്രദേശത്തും തെരച്ചിൽ നടക്കുന്നുണ്ട്.
ചൂരൽമലയിലും മുണ്ടക്കയിലും ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അത് ഈ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. എങ്കിൽ പോലും JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാന്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വലിയ തോതിൽ തന്നെ ഈ പ്രദേശത്ത് മഞ്ഞ് മൂടിയിരിക്കുന്നത് കാണാം. പ്രധാനമായും തെരച്ചിൽ നടക്കുന്ന മറ്റു സ്ഥലങ്ങൾ പരപ്പൻപാറ ഭാഗമാണ്. പരപ്പൻപാറ അതുപോലെ തന്നെ നിലമ്പൂർ വനാന്തരങ്ങളും ഉൾപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെയും തെരച്ചിലിനെ ഇത്തരത്തിലുള്ള ഈ മഞ്ഞ് വലിയ തോതിൽ തന്നെ മഞ്ഞും കോടയും ഉള്ളത് വലിയ തോതിൽ തന്നെ അതിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത. നമുക്കറിയാം 128 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്, അല്ലെങ്കിൽ 128 പേരാണ് കാണാതായിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളുടെ മൃതദേഹങ്ങളായും അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളായും ലഭിച്ചതാണ്. എന്തായാലും ഒരുപക്ഷെ ഔദ്യോഗിക കണക്കനുസരിച്ച് മാത്രമാണ് ഈ 128 പേർ. അതിൽ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായേക്കാം എന്ന് തന്നെയാണ് നിഗമനം. എന്തായാലും നമുക്കറിയാം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തോട്ടമേഖലയിൽ ജോലിക്കും മറ്റും എത്തിയവരുണ്ട്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ കാണാതായവരിൽ ഉൾപ്പെടും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് സർക്കാർ 1200 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതിന്റെ ഒരു പട്ടികയാണ് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അന്തിമമല്ല, ഇതിന്റെ ഒരു പ്രാഥമിക വിവരം ശേഖരിച്ചതിൽ നിന്നാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഇവിടെ വലിയ വീടുകളെല്ലാം തന്നെ വീടുകളും അതുപോലെ തന്നെ വാഹനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണക്കെടുപ്പ് എന്തായാലും റവന്യൂ വകുപ്പും അതുപോലെ തന്നെ മറ്റു വകുപ്പുകളും സംയുക്തമായി തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ ഒരു കൃത്യമായ കണക്ക് എന്തായാലും കോടതിയെ കൃത്യമായ കണക്ക് പിന്നീട് ലഭിക്കുകയുള്ളൂ എന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം, ഈ ഉരുൾപൊട്ടലിന് സാധ്യത അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന് കാരണം എന്താണെന്നുള്ളതിന് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശം, ജനവാസയോഗ്യമല്ലാത്ത പ്രദേശം എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങളിലാണ് വലിയ തോതിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. പുത്തുമലയാണെങ്കിലും നമുക്കറിയാം 2019 പുത്തുമലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷമാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും വലിയ തോതിൽ തന്നെ വലിയ ദുരന്തം എന്നുള്ള രീതിയിൽ തന്നെ അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ ആളുകളെ കൂടുതൽ കിട്ടേണ്ടതുണ്ട്. തെരച്ചിൽ എന്തായാലും ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ഊർജിതമായ തെരച്ചിൽ നടക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ ചാലിയാർ പുഴ ഒഴുകിയെത്തുന്ന സ്ഥലങ്ങളിൽ ഇവിടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഉരുൾപൊട്ടിയതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയത് ഇവിടെ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ആ ഭാഗങ്ങളിൽ കൂടുതൽ ആളുകൾ തെരച്ചിലിൽ ഇപ്പോഴും വ്യാപൃതരാണ്. എന്തായാലും വരും ദിവസങ്ങളിലും തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഓൺലൈൻ കൺഫർമേഷൻ നൽകാനാവാത്ത വയനാട്ടിലെ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് PSC പരീക്ഷ എഴുതാനാവില്ല. വയനാട്ടിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ കൺഫർമേഷന് 1 മാസം കൂടി നീട്ടി നൽകണമെന്ന ആവശ്യം PSC പരിഗണിച്ചില്ല. ദുരന്തത്തിൽ വയനാട് വിറങ്ങലിച്ചു നിൽക്കെ PSC പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ കൺഫർമേഷൻ ചെയ്യാൻ ഇവിടുത്തെ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും കഴിഞ്ഞില്ല. ഒക്ടോബർ 5-നുള്ള പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ കൺഫർമേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ആഗസ്റ്റ് 11 അതുകൊണ്ട് തന്നെ ദുരന്തക്കെടുതിയിൽപ്പെട്ട വയനാട്ടിലെ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തവണ PSC പരീക്ഷ എഴുതാൻ കഴിയില്ല. മൊബൈൽ ഫോണും സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. പലയിടത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പോലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ വയനാട്ടിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ കൺഫർമേഷൻ തീയതി 1 മാസം കൂടി നീട്ടണമെന്നാണ് ആവശ്യം. LDC പരീക്ഷ എന്നുള്ളത് വളരെ വ്യാപകമായി മുഴുവൻ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും എഴുതുന്ന ഒരു പരീക്ഷയാണ് LDC പരീക്ഷ. 5/10/24 നടക്കേണ്ടതായ LDC പരീക്ഷയുടെ കൺഫർമേഷൻ ഡേറ്റ് ഈ കഴിഞ്ഞ 11 തീയതി എന്ന് പറയുമ്പോൾ അത് ഇതിന്റെ ഒരു പാനിക് അന്തരീക്ഷം, ഇതിന്റെ മെന്റൽ സ്ട്രോക്ക് വളരെ സീരിയസ് ആയി നിൽക്കുന്ന സമയമാണ്. രണ്ടാമത്തെ വിഷയം, ഇവരുടെ പലരുടെയും സർട്ടിഫിക്കറ്റുകളും ഇവരുടെ ആധാർ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ എല്ലാ സാധനവും നഷ്ടമായിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഓൺലൈൻ കൺഫർമേഷൻ കൊടുക്കാനുള്ളതായിരിക്കുന്ന ഡേറ്റ് 11 തീയതിയിൽ നിന്ന് 1 മാസമെങ്കിലും മിനിമം വയനാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ ഒരു മെന്റൽ ട്രോമയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. 1 മാസമെങ്കിലും മിനിമം വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള അടിയന്തര ഇടപെടൽ PSCയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഓൺലൈൻ കൺഫർമേഷൻ കാര്യത്തിൽ PSC വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ആവശ്യം. ഉദ്യോഗാർത്ഥികൾ ഇക്കാര്യം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും PSC തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഓൺലൈൻ കൺഫർമേഷൻ തീയതിയിൽ 1 മാസത്തെങ്കിലും ഇളവ് വയനാട്ടിലെ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ PSC തയ്യാറാവണം. കാരണം ആളുകൾ, അതായത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നുണ്ട്.
അവർ PSCയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ അടിയന്തര നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. വയനാട്ടിൽ നിന്ന് അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പ്രതികൂല കാലാവസ്ഥയും ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്താൻ വൈകുന്നതുമാണ് കാരണമായി ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒരാഴ്ചയ്ക്കകം ദൗത്യം പുനരാരംഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി അർജുന്റെ ബന്ധു ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. KV ബൈജു അവിടെയുണ്ട്. ബൈജുവിന്റെ റിപ്പോർട്ട്. ഷിരൂരിൽ ഇപ്പോൾ താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഏതായാലും 30 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിൽ പ്രധാനമായും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമാണ്. ഒപ്പം ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. 22-ാം തീയതി ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുണ്ട്. ഇതിൽ കുടുംബം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ നമ്മോടൊപ്പം ചേരുന്നു. ജിതിൻ, ഏത് തരത്തിലുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ? ഡ്രഡ്ജർ എത്തിക്കൊണ്ട് ഉള്ള ഒരു തിരച്ചിലിന്റെ ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കളക്ടർ പറഞ്ഞു പറഞ്ഞ 4 ദിവസമെങ്കിലും എടുക്കുമെന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളുമായിട്ട് അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും 21-ാം തീയതി രാത്രി ശ്രീ മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് അവർ ഇവിടെ എത്തിച്ചേരും എന്ന ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നോടും ആ സമയമാകുമ്പോഴേക്ക് ഇവിടെ എത്താൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും കഴിഞ്ഞ ദിവസം ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ള നേവി ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ തെരച്ചിൽ നടത്തി. നമുക്ക് ലോറിയുടെ ചില വസ്തുക്കളൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പുഴയുടെ നീരൊഴുക്ക് അല്പം വർദ്ധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണ്. അത് നമുക്ക് ഏതായാലും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്, അല്ലേ? അതെ, അത് നമുക്ക് ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. അവർക്ക് വിസിബിലിറ്റി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിന്റെ വ്യാപ്തി കൂടിയിട്ടില്ലെങ്കിൽ കൂടിയിട്ടും തെളിച്ചത്തിന് കുറവുണ്ടായിരുന്നു. അതൊരു സാഹചര്യം തന്നെയാണ്. നമ്മളത് ഉൾക്കൊള്ളുന്നു. എന്നിരുന്നാൽ കൂടിയും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ ഇത് എത്രയും പെട്ടെന്ന് ആ വണ്ടിയുടെ അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മൾ ഒന്നുകൂടി ഇവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഇവിടെ തുടരാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ കുടുംബം വലിയ തോതിൽ പ്രതിഷേധിക്കുമൊക്കെ എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് വീണ്ടും തെരച്ചിൽ തുടങ്ങിയത്. ഇനി അഥവാ 22-ാം തീയതി തെരച്ചിൽ തുടരുന്നില്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാർഗങ്ങളിലേക്കായിരിക്കും തന്നെ കുടുംബം പോലെ, അല്ലേ? അല്ല, നമ്മൾ അതിലെന്താ കാലതാമസം ഇനിയും വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ ആലോചിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ജില്ലാ ഭരണകൂട ഭാഗത്തുനിന്ന് ഒരു സഹകരണം നമുക്കുണ്ട്. അർജുനു വേണ്ടി മാത്രമല്ല, മറ്റ് ജീവനും ഈ ഡ്രഡ്ജർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവരെ കണ്ടെത്താൻ മാത്രവുമല്ല. കാരണം ഈ പുഴയെ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് കൂടിയിട്ട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അത് ചെയ്യണമെങ്കിൽ മനുഷ്യസഹജമായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ ഈ മെഷീൻ എത്തിക്കുക എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് ഇത് എത്തിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴേക്ക് ഈ പുഴ ഗതി മാറി ഒഴുകുകയും അത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതാണ് ജിതിൻ പറയുന്നത്. ഈ പുഴയുടെ അവസ്ഥ സാധാരണ നിലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒപ്പം അർജുനെ കൂടാതെ 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. ജഗന്നാഥും ലോകേഷും. ഇവരെയും കണ്ടെത്തേണ്ടതുണ്ട്. എന്നാലും നമ്മോടൊപ്പം RC ഓണറും അതുപോലെ തന്നെ മനാഫിന്റെ സഹോദരമായ ലോറിയുടെ RC ഓണറും മനാഫിന്റെ സഹോദരനും കൂടെ മുബീൻ കൂടി ചേരുകയാണ്. മുബീൻ, ആ തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് മുബീനും ഉള്ളത്. നല്ലൊരു പ്രതീക്ഷയാണ്. ഈ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ കഴിയുമെന്ന് സാധിക്കുന്നു വിചാരിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ആ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം AKM അഷ്റഫ് അത്രയും നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്നു. ആ ദിവസം വരെ നമ്മൾ ഇവിടെ തുടരാൻ തന്നെയാണ് തീരുമാനം. അതെ, ഞങ്ങൾ 22-ാം തീയതി വരെ ഇവിടെ തുടരും എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുടെ ദിവസങ്ങളിലും തുടരും. നമുക്ക് ചില വസ്തുക്കൾ കയറ് ഉൾപ്പെടെയുള്ള ചില വസ്തുക്കൾ കിട്ടി. അതുകൊണ്ട് തന്നെ ലോറിക്കരികിലേക്ക് ഡ്രഡ്ജർ എത്തിയാൽ ആ ലോറി കണ്ടെത്താൻ കഴിയും. അതിന് ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മൾ. അതെ, അർജുൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. ആ കയറാണ് ഞങ്ങളെ ഇനിയുള്ള ഒരു മെയിൻ പ്രതീക്ഷക്കുള്ള വക. അതായത് ആ കയറിന്റെ അറ്റം വാഹനത്തിലേക്കായിരിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഉള്ളത്. അതിന്റെ പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതലുള്ള. ആ കയറിന്റെ മറുഭാഗം വാഹനത്തിലായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായും അതാണ് ഈ കയറ് കണ്ടെത്തിയ സാഹചര്യത്തിൽ, ഒപ്പം ലോറിയുടെ ജാക്കി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ
ആ ലോറി അരികിൽ വളരെ അരികിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ ആ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കുടുംബവും വിശ്വസിക്കുന്നത്. നമുക്കിപ്പോൾ ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചായക്കട ഉണ്ടായ സ്ഥലമാണ്. അവിടെയൊക്കെ ഒന്നും അവശേഷിക്കുന്നില്ല. അതിന് തൊട്ട് താഴെയായി ഈ ഗംഗാവലി പുഴ വലിയ തോതിൽ കലക്ക് വെള്ളമായി ഇപ്പോൾ ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ചിത്രമല്ല ഗംഗാവലി പുഴ. ഒഴുക്കും നേരിയ തോതിലുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇവിടെ ശക്തമായി പെയ്ത മഴയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതായാലും ആ മൺകൂനകളൊക്കെ ഇപ്പോഴും നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ സമീപത്തായി മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം റഡാർ പരിശോധനയിൽ കൂടി കണ്ടെത്തിയ ആ സ്ഥലം ഇവിടെയാണ് ലോറി ഉള്ളത്. പക്ഷേ ആ ലോറിക്ക് തൊട്ട് മുകളിലായി വലിയൊരു ആൽമരമുണ്ട്. ഒപ്പം വലിയ പാറക്കൂട്ടങ്ങളും അത്തരത്തിൽ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യം ഉണ്ട്. അത് നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്യാനാണ് ഇപ്പോൾ ഗോവയിൽ നിന്നും ഇത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത്. ഡ്രഡ്ജർ വരുന്നതോടുകൂടി ആ മൺകൂനങ്ങൾ അവിടെ നിന്ന് ഇളക്കി മാറ്റി ഈ പുഴയെ സാധാരണ ഗതിയിലേക്ക് ആക്കേണ്ടത് കൂടിയുണ്ട്. എന്തായാലും ആ കർണാടക സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കും എന്ന വിശ്വാസം തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അടുത്ത ആഴ്ചയോടുകൂടി പുനരാരംഭിക്കും. കുടുംബം ഇവിടെ തന്നെ തങ്ങും. 3 പേരെ കണ്ടെത്താനുണ്ട്. അവരെ 3 പേരെയും കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ശിരൂരിൽ നിന്നും ക്യാമറമാൻ സുമേഷ് ബുറാഴയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18. കോട്ടയം കുട്ടിക്കൽ ചോളത്തടം റോഡിൽ മണ്ണിടിച്ചിൽ. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞത്. സംഭവത്തിൽ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി തുടങ്ങി. അതേസമയം നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പമ്പ, കോട്ടയം ജില്ലയിലെ മണിമല നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂട്ടിക്കലിൽ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ശക്തമായ മഴയ്ക്കിടെയാണ് ചെറിയൊരു ഉരുൾപൊട്ടലിന് സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായത്. കൂട്ടിക്കൽ ചോലത്തളം റോഡിലേക്കാണ് വെള്ളം ഒലിച്ചു വരികയും വലിയ കല്ലുകളടക്കം ഒഴുകി വരികയും ചെയ്തത്. ഇതൊരു ഉരുൾപൊട്ടലാണെന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണുള്ളത്. എന്തായാലും ഇത് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു, ഏറെ നേരം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ഗതാഗതം ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണ്ണൊക്കെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഈ മേഖലയിൽ പക്ഷേ വീടുകളിലേക്കൊന്നും ഇതൊരു ദുരിതം വിതയ്ക്കുന്ന സ്ഥിതിവിശേഷം എത്തിയിട്ടില്ല. ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ആളപായമോ പരിക്കുകളോ ഒന്നും പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അതിശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് കിഴക്കൻ മേഖലകളിൽ, മലയോര മേഖലകളിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും വെള്ളം കൂടുന്ന സാഹചര്യം ഉണ്ട്. അതേസമയം തന്നെ ഇവിടെ ജാഗ്രത തുടരണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മഞ്ഞ അലർട്ടാണ് ജില്ലയിൽ ഇന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. അതങ്ങനെ തന്നെ തുടരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഈ കിഴക്കൻ മേഖലകളിലാണ് കാര്യമായ മഴ പെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനപ്പുറത്തേക്ക് കോട്ടയം ഉൾപ്പെടെയുള്ള നഗരമേഖലകളിൽ മഴ പെയ്തു എന്നതിനപ്പുറത്തേക്ക് തുടർച്ചയായി പെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ദുരിതമുണ്ടായ സ്ഥലത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ ഇടുക്കി മുള്ളരിങ്ങാട് മലവെള്ളപ്പാച്ചിലിൽ വൈദികന്റെ കാർ ഒഴുക്കിൽപ്പെട്ടു. മുള്ളരിങ്ങാട് ലൂർദ് മാതാ പള്ളി വികാരി ജേക്കബ് വാട്ടപ്പള്ളിയുടെ കാറാണ് ഒഴുകിപ്പോയത്. വൈദികനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഏറെ പണിപ്പെട്ട് കാറും കരയ്ക്ക് കയറ്റി. 3 മണിക്കൂറോളം പെയ്ത മഴയിൽ തോടുകൾ കരകവിഞ്ഞൊഴുകി. കൃഷിയിടങ്ങളിലും വെള്ളം കയറി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. ഒരാളെ കാണാതായി. അഞ്ചുതെങ്ങ് സ്വദേശി ബെനഡിക്റ്റിനെയാണ് കാണാതായത്. 4 പേർ പോയ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലയിൽ വള്ളം തലകീഴായി മറിയുകയായിരുന്നു. 2 പേരെ മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. മറ്റൊരു വള്ളത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കാണാതായ ആളിനു വേണ്ടി തെരച്ചിൽ തുടരുന്നു.
കോതമംഗലത്ത് കനത്ത മഴയിൽ റോഡ് തകർന്നതിനാൽ രോഗിയായ വീട്ടമ്മയെ വീട്ടിലെത്തിച്ചത് 2 കിലോമീറ്റർ ദൂരം ചുമന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ തേര ആദിവാസി ഊരിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് റോഡ് കുത്തിയൊലിച്ചു പോവുകയായിരുന്നു. ശ്വാസം മുട്ടുൾപ്പെടെയുള്ള രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന വീട്ടമ്മയെ പാച്ചാമ്പള്ളി തോട് വരെ ജീപ്പിലെത്തിച്ച ശേഷം 2 കിലോമീറ്ററോളം ചുമന്നാണ് വീട്ടിലെത്തിച്ചത്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വെറ്റിലപ്പാറ സ്വദേശി ആന്റണിയുടെ വീട്ടുമുറ്റത്തെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി. മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി കൈമാറ്റത്തിലാണ് ഗവർണർ തവൻചന്ദ് ഗെഹ്ലോട്ടിന്റെ നീക്കം. മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് ഭൂമി കൈമാറ്റത്തിലൂടെ നേട്ടമുണ്ടായി എന്നാണ് ആരോപണം. വിവരാവകാശ പ്രവർത്തകൻ TJ എബ്രഹാം, സ്നേഹമയി കൃഷ്ണ എന്നിവരുടെ പരാതിയിലാണ് നടപടി. അതേസമയം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിനൊരുങ്ങി ജമ്മു കാശ്മീരും ഹരിയാനയും. ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ 18 മുതൽ 3 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കും. ഹരിയാനയിൽ ഒക്ടോബർ 1-നാണ് തെരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിൽ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷം ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 10 വർഷത്തിന് ശേഷമാണ് ജനവിധി. 90-അംഗ സഭയിലേക്കാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ്. രണ്ടിടത്തും ഒക്ടോബർ 4-ന് വോട്ടെണ്ണൽ നടക്കും. മുംബൈയിലെ അടൽ സേതു പാലത്തിൽ സ്ത്രീയുടെ ആത്മഹത്യാ ശ്രമം. ടാക്സി ഡ്രൈവറും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ത്രീയെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അടൽ സേതുവിലെ സുരക്ഷാ ബാരിയറിൽ ഇരിക്കുന്ന സ്ത്രീ കടലിലേക്ക് എന്തോ വലിച്ചെറിയുകയും പാലത്തിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. പകർച്ചവ്യാധിയായ എംപോക്സ് രോഗം പാകിസ്ഥാനിലും സ്ഥിരീകരിച്ചതോടെ ഇന്ത്യയിലും ജാഗ്രത. കഴിഞ്ഞ ദിവസങ്ങളായി ആഫ്രിക്കൻ രാഷ്ട്രമായ കോങ്കോയിലും സമീപ രാജ്യങ്ങളിലും എംപോക്സ് രോഗം പടർന്നു പിടിച്ചിരുന്നു. ആഫ്രിക്കൻ മേഖലയിൽ ഇതുവരെ എംപോക്സ് പിടിപെട്ട 517 പേർ മരണപ്പെട്ടു. നിലവിൽ 13 രാജ്യങ്ങളിലാണ് എംപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KSRTCക്ക് 91.53 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. 71.53 കോടി പെൻഷൻ വിതരണത്തിന് എടുത്ത വായ്പയുടെ തിരിച്ചടവിനായും 20 കോടി രൂപ സഹായമായും നൽകി. മാസാദ്യം 30 കോടി നൽകിയിരുന്നു. ഇതുവരെ സർക്കാർ KSRTCക്ക് 5869 കോടിയാണ് നൽകിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680, പവന് 53,440. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5515, പവന് 44,120. വെള്ളി ഗ്രാമിന് 90, കിലോയ്ക്ക് 90,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കോട്ടയത്തെ ഒരാളുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പലരും. ദിവസങ്ങളാണ് പലർക്കും കാത്തിരിക്കേണ്ടി വരുന്നത്. കേരളത്തിന് പുറത്തു നിന്നുള്ളവരും ഈ കോട്ടയംകാരനെ തിരക്കുന്നുണ്ട്. കാണാം ആരാണ് അയാൾ എന്നത്. ഈ റിപ്പോർട്ടോടെ പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇതൊരു ഓണം വരെ ഉണ്ടോ? സെപ്റ്റംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കിന് തീരാനാ സാധ്യത. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഒക്ടോബർ നവംബർ മാസത്തിൽ വെള്ളം വറ്റിക്കും. വെള്ളം വറ്റിച്ചിട്ട് ട്രാക്ടർ അടിക്കും. ഈ സാധനം ഇരുമ്പ് മുട്ടിക്കഴിഞ്ഞാൽ അലുത്തു പോകും.
അലുത്ത് പോവും, അലുത്ത് കിടക്കുകയുള്ളു. ഇപ്പം നമ്മൾ ഈ പൂ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഒരു പൂവിൻ്റെ ആയുസ്സെന്ന് പറഞ്ഞാൽ 12 ദിവസമാണ്. ആ 12 ദിവസത്തിനുള്ളിൽ ഇത് വിടരും, കൂമ്പും. പിന്നെ രാത്രി 9 മണിയാകും വിടരാൻ തുടങ്ങും. പൂർണ്ണമായിട്ടും വിടരുന്നത് രാവിലെ സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നതിന് മുമ്പ് പകലിൻ്റെ വെളിച്ചം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സെപ്റ്റംബർ മാസം എന്തായാലും ഇപ്പോൾ 2 മാസമായി തുടങ്ങിയിട്ട്. സെപ്റ്റംബർ വരെ ഉണ്ട്, ആളുകൾക്ക് വരാം. സെപ്റ്റംബർ വരെ വരാം. അപ്പോൾ അനിലേട്ടൻ ഒരു സുരക്ഷിതമായ യാത്രയാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മളും അങ്ങനെ സുരക്ഷിതമായ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെപ്റ്റംബർ വരെ സമയമുണ്ട്, ആർക്ക് വേണേൽ വരാം. കോട്ടയം നഗരത്തിന് തൊട്ടടുത്താണ്, ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന സ്ഥലം തന്നെയാണ്. കൊല്ലാടാണ് ഇതുള്ളത്. എന്തായാലും കോട്ടയത്ത് നിന്ന് ഉള്ള ഈ മനോഹര കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18.